SDPIയുമായോ BJPയുമായോ എന്തെങ്കിലും ബന്ധം സ്ഥാപിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും പിന്തുണ എടുത്ത് ഏതെങ്കിലും ഒരു സ്ഥാനത്തേട്ട് വന്നാൽ ആ സ്ഥാനം രാജിവെക്കണം. ഇത് ഞങ്ങളുടെ ഉറച്ച നിലപാടാണ്. അങ്ങനെ വെക്കാത്തവരെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. കൈപ്പത്തിയും താമരയും ചേർന്ന് അവിടെ ഭരണം പിടിക്കുക, എന്നിട്ടും വന്നിരുന്നിട്ട് ഒരു മടിയും ഇല്ലാതെ ന്യായീകരിക്കുക. ഈ പഞ്ചായത്ത് അംഗങ്ങൾ നമുക്കറിയാം, ഈ പഞ്ചായത്ത് അംഗങ്ങളുടെ ഒക്കെ എണ്ണമെടുത്ത് ജയപരാജയങ്ങളുടെ ആര് മുന്നിൽ ആര് പിന്നിൽ എന്ന പട്ടിക ഉണ്ടാക്കാറും നേതാക്കളടക്കം VD സതീശൻ്റെ ഒക്കെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇത്ര പേർ കോൺഗ്രസ്, ഇത്ര പേർ UDF എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ ഓക്കെ, ഇത്രയും ആളുകൾ 8 പേരൊക്കെ ഒരുമിച്ച് BJPയുടെ പിന്തുണ സ്വീകരിക്കുകയും രാജിവെക്കില്ല എന്ന് പറയുകയും അവരുടെ പിന്തുണയോടെ ഭാരവാഹിയാകുകയും ചെയ്യുന്ന അത്ര രാഷ്ട്രീയ ബോധ്യമേ കേരളത്തിലെ കോൺഗ്രസ് അംഗങ്ങൾക്ക് കോൺഗ്രസിന് ഉള്ളോ എന്ന ചോദ്യമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മുന്നോട്ട് വെച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ അബ്ജോദ്, അതിനകത്ത് പ്രാദേശികമായി ഉണ്ടായ ചില വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 3 വിമതരടക്കം അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നിട്ടും മറ്റത്തൂരിൽ ഞങ്ങൾ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ഇങ്ങനെ ഒരു പ്രവൃത്തി അവിടെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ഞങ്ങൾ കേരളത്തിൽ മൊത്തമായിട്ട് എടുത്തിരിക്കുന്ന വളരെ കൃത്യമായ നിലപാടാണ്. SDPIയുമായോ BJPയുമായോ എന്തെങ്കിലും ബന്ധം സ്ഥാപിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും പിന്തുണ എടുത്ത് ഏതെങ്കിലും ഒരു സ്ഥാനത്തേട്ട് വന്നാൽ ആ സ്ഥാനം രാജിവെക്കണം. ഇത് ഞങ്ങളുടെ ഉറച്ച നിലപാടാണ്. അങ്ങനെ വെക്കാത്തവരെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അതിപ്പോ 1 അല്ല 8 അല്ല 80 ആണെങ്കിലും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഇത് ഉറച്ച നിലപാടാണ്. ഇത്തവണ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിന് സമയം ലഭിക്കും. അത് കൃത്യമായി തുല്യമായി തരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് കയറി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൈ ഉയർത്തിയാൽ മതി, അവസരം തരാം. അതല്ലെങ്കിൽ ആ ആൾ പറഞ്ഞു കഴിഞ്ഞ് അവസരം തരാം. നമ്മൾ ഈ ബഹളമായി പോകാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. അബിൻ സംസാരിച്ച് കഴിയുന്നു, വസീഫിലേക്ക് വരുന്നു. വസീഫ്, അബിൻ ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ അബിൻ പറയുന്നത് അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് ഇത് കേവലം പ്രാദേശികമായ ഒരു പ്രശ്നമാണ് എന്ന് മാത്രമല്ല ദീർഘകാലമായി. അതിപ്പോൾ കുമരകത്തിൻ്റെ കാര്യം നമുക്കറിയാം. കുമരകം ഇതിനു മുമ്പ് UDF ഭരിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. മറ്റത്തൂരും ദീർഘകാലമായി LDF ഭരിച്ചിരുന്നതാണ്. അവിടെയൊക്കെയുള്ള ജനവികാരം നിങ്ങളുടെ പാർട്ടിക്ക് എതിരാണ്. എങ്കിലും BJPയുമായോ SDPIയുമായോ കൂട്ടുകൂടാൻ തീരുമാനിച്ചിട്ടില്ല. കൂട്ടുകൂടിയാൽ ഒന്നുകിൽ അവർ രാജിവെക്കും, അതല്ലെങ്കിൽ പുറത്താക്കും. അങ്ങനെയാണ് അബിൻ പറയുന്നത്. അഭിജോദെ, നിങ്ങൾ തന്നെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇവരോട്. ഈ കോൺഗ്രസ് സത്യത്തിൽ എന്താ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് പറയുക എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്ന് പകല് അത്രയധികം TV-യുടെ മുമ്പിലൊന്നും നമുക്ക് ഇരിക്കാൻ സമയമില്ലായിരുന്നു. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുകയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ നേരത്തെ 24 ചർച്ച കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി അല്പം നേരത്തെ ഇറങ്ങി. ആ 24 ചർച്ചയിലും ഇപ്പോൾ ഈ ചർച്ചയിലും ഒരേ വാചകം വലിയ പാടുപെട്ട് അങ്ങ് ന്യായീകരിക്കുക. എങ്ങനെയാ അബിനെ പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നത് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ വല്ലാത്ത പ്രയാസം തോന്നുന്നുണ്ട്. കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച 8 പേര് മത്സരിച്ച് ജയിച്ച ആളുകൾ. UDFന് 8 സീറ്റ്, ഞങ്ങൾക്ക് 10 സീറ്റ്. 8ഉം 10ഉം ഏതാ വലുത്? 2 സ്വതന്ത്രരാ, ഒന്ന് കൊടയും ഒന്ന് മറ്റേതോ ചിഹ്നവും. അതും ഇവരോട് ഫൈറ്റ് ചെയ്തിട്ടാണ് അവിടെ മത്സരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. പൊതുവേ നേരത്തെ കോൺഗ്രസ് ആയിരുന്നു, എന്നിട്ട് ഇങ്ങനെ മത്സരിക്കുക. ഞങ്ങളും അവിടെ മത്സരത്തിലുണ്ട്, ഞങ്ങൾക്ക് 10 സീറ്റ് കിട്ടി. എന്നിട്ടും ഞങ്ങൾക്കെതിരാണോ ജനവിധി? അവിടെ പല സീറ്റുകളിൽ ഇത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവരുണ്ടാക്കിയ ധാരണ പ്രകാരം ആഫ്റ്റർ പോൾ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പല ഇടങ്ങളിലും കോൺഗ്രസും ഈ BJPയും തമ്മിൽ കൊടുക്കൽ വാങ്ങൽ നടന്നിട്ടുണ്ട്. അത് വ്യക്തമാണ്. അതിൻ്റെ കണക്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. 58ഉം 60ഉം ഒക്കെ വോട്ടുകൾ കിട്ടുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുണ്ട്. നേരെ ചില സീറ്റുകളിൽ BJPക്ക് അങ്ങനെയുണ്ട്. ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഞങ്ങളുടെ കോഴിക്കോട് അവിടെ എത്രയെത്ര സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സമയം തരാണെങ്കിൽ അത്രയൊക്കെ ഞാൻ ഉദാഹരണം എൻ്റെ ഞാൻ നോട്ട്ബുക്കിലെല്ലാം ഏറെക്കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ ചെയ്തിട്ട് ഇങ്ങനെ ധാരണ ഉണ്ടാക്കുക. കേരളത്തിൽ പൊതുവെ നമുക്ക് പരിശോധിച്ചാൽ നമുക്കറിയാം BJPക്ക് കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടായ കിട്ടിയ വോട്ടിംഗ് ശതമാനത്തിൽ വളരെ കുറവാണ് ഇത്തവണ കിട്ടിയത്. അവർക്ക് വോട്ടിംഗ് ശതമാനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനൊന്നും സാധിച്ചിട്ടില്ല. അവർ ഈ കൊടുക്കൽ വാങ്ങലിലൂടെ ചില ധാരണയിലൂടെ CPMനെ അകറ്റി നിർത്താം, CPMനെ പരാജയപ്പെടുത്താം എന്നൊരു ആലോചനയിലാണ് ഇതൊക്കെ നടത്തിയത്. ഇത് ത്രിപുരയിലും നമ്മൾ കണ്ടതാണ്. ത്രിപുരയിൽ എന്താ കണ്ടത്? കോൺഗ്രസിൻ്റെ വോട്ട് ഒന്നിച്ച് വാങ്ങി ഇവർ അവിടെ ഞങ്ങളെ പരാജയപ്പെടുത്തി. BJP തുടക്കത്തിൽ ആദ്യ തവണ ഞങ്ങൾ പരാജയപ്പെടുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ വോട്ട് നമ്മൾ കണ്ടു 2% അടുത്താണുള്ളത്, 2%. ഇവിടെയും അതുപോലെ ഒന്നിച്ച് 8 സീറ്റ് ഒന്നിച്ച് BJPയുടെ താമര ചിഹ്നവുമായിട്ട് ചേരുക. കൈപ്പത്തിയും താമരയും ചേർന്ന് അവിടെ ഭരണം പിടിക്കുക.
എന്നിട്ടും വന്നിരുന്നിട്ട് ഒരു മടിയുമില്ലാതെ ന്യായീകരിക്കുക. അത് ന്യായീകരിക്കുമ്പോൾ പിണറായി വിജയൻ ഇട്ട പോസ്റ്റിനെ കുറിച്ചൊക്കെ ന്യായീകരിക്കുന്നത്. അത് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ? രാജ്യത്ത് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത് പാവപ്പെട്ടവൻ്റെ ഒരു അവകാശമായി മാറിയ തൊഴിലുറപ്പ് പദ്ധതി, കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഞങ്ങൾ കൂടി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പദ്ധതി ഉണ്ടാകുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇനി സംശയം ഉണ്ടെങ്കിൽ സോണിയാഗാന്ധി ഇപ്പോഴും ഉണ്ടെന്ന് ചോദിച്ചാൽ മതി. അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല എന്നാണല്ലോ ഇപ്പോൾ ഈ പോറ്റിയ കയറ്റിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ആർക്കും അബിൻ വർക്കിക്കും പോയിട്ട് സോണിയാഗാന്ധിയോട് ചോദിക്കാം, ഒന്ന് ചോദിച്ചാൽ മതി. അന്നുണ്ടാക്കിയ ഈ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയെന്ന് മാത്രമല്ല, ആ തൊഴിലുറപ്പ് പദ്ധതിയെ അപ്പാടെ അട്ടിമറിക്കുന്ന നടപടി ഉണ്ടായി. ആ സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും മറ്റുമൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഇവരുടെ നേതാവ് ബുള്ളറ്റിൽ കയറി ഫോട്ടോ എടുക്കുകയായിരുന്നു. ആര്? സാക്ഷാൽ രാഹുൽ ഗാന്ധി. അപ്പോഴാണ് രാജ്യം ഉടനീളം പറയുന്നത് നമുക്കൊരു ഫുൾ ടൈം പ്രതിപക്ഷ നേതാവിനെ വേണം എന്ന്. ആ സാഹചര്യത്തിലാണ് ഇവിടെ വന്ന് കേരളത്തിൻ്റെ പിണറായി വിജയനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്. രാജ്യത്ത് സംഘപരിവാരത്തിനെതിരെ RSSനെതിരെ ശക്തമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അത് രാഷ്ട്രീയമായിട്ടും അല്ലാതെയും ഒക്കെ തങ്ങളുടെ പാർട്ടിക്ക് വിധേയപ്പെട്ടുകൊണ്ട് തങ്ങളുടെ പാർട്ടി എടുക്കുന്ന നിലപാടുകളെല്ലാം രാഷ്ട്രീയമായി എങ്ങനെ BJP സംഘപരിവാറിനെ തോൽപ്പിക്കാം എന്നുള്ള തരത്തിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. പിണറായി വിജയൻ എവിടെ പോയി എന്ന ചോദ്യം ഈ അബിനും കൂട്ടരും ഉന്നയിച്ചിരുന്നു. അല്ല, അതാണ് ഈ അബിൻ്റെയും കൂട്ടരുടെയും ഒക്കെ ഒരു രീതി. എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാലോ, ഇവരെ കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ, റീൽസിൽ ജീവിക്കുന്നവർ, സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവർ, അല്ലാതെ പുറത്തു നിൽക്കുന്നവർ എന്നൊക്കെ ഒരു താരതമ്യം വന്നല്ലോ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് മെയിൻ സ്ട്രീമിൽ വരിക, എന്തും വിളിച്ചു പറയും, ഒരു അടിസ്ഥാനം ഉണ്ടാവണ്ട, എന്തും വിളിച്ചു പറയും. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാലോ, ഗണഗീതം പാടിയത് വന്ദേ ഭാരതിൽ ആ മുഖ്യമന്ത്രി പ്രതിഷേധിച്ചിട്ടില്ലേ? ഈ ക്രിസ്മസ് കരോളിന്റെ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതിഷേധിച്ചിട്ടില്ലേ? രാജ്യത്ത് പലസ്തീൻ അനുകൂല നിലപാട് പലസ്തീനെതിരെ നിലപാട് സ്വീകരിക്കുന്ന സംഘപരിവാർ നിലപാട് നമുക്കറിയാലോ. ആ സമയത്ത് ഡൽഹി സമരത്തിൽ ആര് പങ്കെടുത്തിട്ടുണ്ട്? മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടില്ലേ? ഈ കേരളത്തിൽ അമിത്ഷായോട് കൂട്ടിയാൽ കൂടില്ല എന്ന് ഈ തെരുവിൽ പ്രസംഗിച്ചിട്ടില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി? എന്നിട്ടും പച്ചക്ക് നുണ പറയുക. ഈ രാജ്യത്തുടനീളം ഈ സംഘപരിവാരത്തിനെതിരെയുള്ള ക്യാമ്പയിന്റെ നേതൃത്വമാരാണോ? ഇടതുപക്ഷമല്ലേ? CPM അല്ലേ? ഇപ്പൊ കർണാടകയിൽ നോക്കൂ നിങ്ങൾ. കർണാടകയിലെ സംഭവം ഉണ്ടായപ്പോൾ CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇവർക്ക് പൊള്ളി. അത് പോസ്റ്റ് ഇടുന്ന സമയത്തും മുഖ്യമന്ത്രി പറയുന്നത് എന്തുപോലെ ആകരുത് എന്നുള്ളതാണ്. ഉത്തരേന്ത്യയിലെ സംഘപരിവാർ പോലെ കോൺഗ്രസിന്റെ ഭരണ സംവിധാനം മാറരുത് എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ആ വിഷയത്തെ കാണുന്നത്. സംഘപരിവാറുകാരന്, RSSകാരന്, BJPക്ക് ഈ സാധാരണക്കാരനെ ഇറക്കി വിടുന്നതിന് ബുൾഡോസർ ഉപയോഗിക്കാം. കാരണം അത് അവരുടെ ഒരു രാഷ്ട്രീയ രീതിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യം ആ രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ കോൺഗ്രസ് അങ്ങനെ ആവരുത്, ആ രീതിയിലേക്ക് കോൺഗ്രസ് മാറരുത്. കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് BJPയെ ചെറുക്കുന്ന രാഷ്ട്രീയത്തിന് അല്പം ഈ രാജ്യത്തുടനീളം ഒരു തെളിമയുള്ള രാഷ്ട്രീയം ഉണ്ടാകണം. എന്നാൽ ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ BJPയോട് ഈ കൈപ്പത്തി അങ്ങ് ചേരുന്ന കാഴ്ചയാണ്. താമരയുമായി ചേർന്ന് നിൽക്കാൻ ഒരു മടിയുമില്ലാത്തവരായി കേരളത്തിലെ കോൺഗ്രസ് മാറുക. അപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സാക്ഷാൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, 2 സ്ഥലത്ത് മത്സരിച്ചിരുന്നു, പത്തനംതിട്ടയിലും കാസർഗോഡും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇതാ ഞങ്ങൾ ഭരണം പിടിക്കാൻ പോവുക. എന്നിട്ട് ഹെലികോപ്റ്ററൊക്കെ അവ കൊണ്ടുവന്ന് പത്തനംതിട്ടയിൽ നിന്ന് പറന്നിറങ്ങി ഇവിടെ കാസർഗോഡ് നിന്ന് പറന്നിറങ്ങി പത്തനംതിട്ടയിൽ. അങ്ങനെ പറന്നിറങ്ങി 2ഇടത്തും തോറ്റു കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ്. അങ്ങനെ അക്കൗണ്ട് തുറക്കാൻ പറ്റാതെയായി. നേമത്തതിന് മുമ്പ് BJP ജയിച്ചിരുന്നത് കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണെന്ന് നമുക്കറിയാം. ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടി. അങ്ങനെ പൂട്ടിച്ചിരിക്കുന്ന ആ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായും കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് പറഞ്ഞിരുന്നു, ഞങ്ങൾ 35 സീറ്റിൽ ജയിക്കും, ബാക്കി ഞങ്ങൾ വാങ്ങും. അത് പറഞ്ഞതിന് മലയാളം എന്താ? ഈ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് രാജ്യത്തുടനീളമുള്ള കോൺഗ്രസിന്റെ MP-മാരും MLA-മാരും ഒക്കെ BJP പർച്ചേസ് ചെയ്തതുപോലെ ഈ കേരളത്തിലെ കോൺഗ്രസും ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കമ്മോഡിറ്റിയാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒരു കമ്മോഡിറ്റി ആയിട്ട് ഈ കേരളത്തിലെ കോൺഗ്രസും മാറിയിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻ BJPയുടെ നേതാക്കൾ പറഞ്ഞിരുന്നത്. അതാണ് ഇപ്പോൾ ഈ കേരളത്തിൽ കാണുന്നത്. ട്രയൽ റണ്ണാണ്. ചിലത് പറയാൻ വന്നെങ്കിലും പറയാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇത് പിന്നെ നമ്മൾ തമ്മിലൊരു ചർച്ചയായി മാറണ്ട. പറയാനുള്ളത് അബിൻ വർക്കിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അബിൻ വർക്കി പറഞ്ഞോളൂ. ഇവിടെ ഇപ്പോൾ അബിൻ പറഞ്ഞ കുമരകം നമ്മൾ ഒന്ന് പരിശോധിക്കാം. കുമരകത്ത് കക്ഷിനില എന്താ? ഈ ജനങ്ങൾ ഇതൊക്കെ ഒന്ന് അറിയണ്ടേ? ഈ അബിൻ വർക്കിയെ പോലെയുള്ള ആളുകൾ ഭയങ്കര ബഹളം വെച്ച് സംസാരിച്ച് അങ്ങ് അവരെന്തോ ചാമ്പ്യന്മാരായി എന്ന് കരുതി അങ്ങ് പോവുക. LDFന് എത്ര സീറ്റുണ്ട് അവിടെ? 8 സീറ്റുണ്ട്. 8 സീറ്റ്. അവിടെ UDFന് എത്ര സീറ്റാ ഉള്ളത്? 4 സീറ്റാ. BJPക്ക് എത്ര സീറ്റാ?
3 സീറ്റാ. നിങ്ങൾ പറഞ്ഞ സ്വതന്ത്രനും ആവട്ടെ, എങ്ങനെയാ നിങ്ങൾ ജയിക്കുന്നത്? ഒരു നാണവും ഇല്ല എന്ന് തന്നെ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ UDF എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു കമ്മോഡിറ്റിയായി മാറി എന്ന് സമ്മതിച്ചു തരികയല്ലേ. ഈ വലിയ ഒറ്റ കക്ഷിക്ക് 8 സീറ്റുള്ള UDFിനേക്കാൾ 4 സീറ്റ് അധികമുള്ള ഇടതുപക്ഷത്തിന് ഭരിക്കാൻ പറ്റില്ലേ? നിങ്ങൾ എന്നിട്ട് BJPയുമായി ചേർന്ന്, അതായത് കൈപ്പത്തിയും താമരയും ചേർന്ന് സ്വതന്ത്രനെ മത്സരിപ്പിക്കുക. 2010 ഞങ്ങളിൽ നിന്ന് പോയ അല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കിയ ആള് X or Y ആരോ ആവട്ടെ, നിങ്ങൾ കൂടിയോ ഇല്ലേ? നിങ്ങൾ സമ്മതിച്ചല്ലോ, BJP ആയിട്ട് കൂടി നിങ്ങൾ കുമരകത്ത് ഭരണത്തിലെത്തുക. ഞങ്ങൾക്ക് 8 സീറ്റ് ഉണ്ട് മിസ്റ്റർ, നിങ്ങളുടെ ഇരട്ടിയുണ്ട് കോൺഗ്രസിന്റെ. ഇതേ സംഭവം തന്നെയല്ലേ ഇവിടെ മറ്റത്തൂർ നടന്നത്? മറ്റത്തൂരിൽ 11ാം വാർഡിൽ മത്സരിച്ച ആളാണ് ഈ ഔസേപ്പ്. അവർക്കെതിരെ മത്സരിച്ച, സാക്ഷാൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളുടെ പേര് സജീവ് കുമാർ എന്നുള്ളതാ. ആ സജീവ് കുമാർ ഉൾപ്പെടെ മത്സരിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടും ഔസേപ്പ് കുട ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചതാ ഇവിടെ. ആ ഔസേപ്പിനെയാണ് ഞങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു എന്ന് നിങ്ങൾ പറയുന്നത്. എവിടെയാ കുതിര കച്ചവടം? ഞങ്ങൾ BJPയോട് പിന്തുണക്കണമെന്ന് പറഞ്ഞു, BJP ഞങ്ങൾക്ക് വോട്ട് ചെയ്തോ? നാണം അല്പെങ്കിലും വേണ്ടേ? ന്യായീകരണമൊക്കെ ആയിക്കോ, കാരണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കേണ്ടേ. കാരണം സാക്ഷാൽ VD സതീശൻ വരെ വല്ലാതെ പ്രയാസപ്പെട്ട് ന്യായീകരിക്കുക. പക്ഷെ അതൊക്കെ അപ്പാടെ അങ്ങ് വിശ്വസിക്കുമെന്ന് മാത്രം നിങ്ങൾ കരുതരുത്. പിന്നെ നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? PM ശ്രീ പദ്ധതി, ഭയങ്കരമായി പോയി. നിങ്ങൾക്ക് അത്ര എതിർപ്പല്ലേ? അതുകൊണ്ടായിരിക്കും രാജസ്ഥാനിലും കർണാടകയിലും ഒക്കെ PM ശ്രീ പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങ് നടപ്പാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞത്, എന്നിട്ട് നടപ്പിലാക്കുന്നത്. ബ്രിട്ടാസ് പറഞ്ഞിട്ട് നടപ്പിലാക്കിയതാ. നിങ്ങൾ കർണാടകയിലും രാജസ്ഥാനിലും അല്പമെങ്കിലും വേണ്ടേ? അല്പമെങ്കിലും. നിങ്ങൾ ഇപ്പോ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്രമല്ല, അഖിലേന്ത്യാ എന്തോ ആണ് എന്നല്ലേ പറഞ്ഞത്? ഒന്ന് പഠിക്കണ്ടേ? പിന്നെ ബ്രിട്ടാസ് തെറ്റെന്താ? ബ്രിട്ടാസ് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കക്ഷിയോ അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ബന്ധപ്പെട്ട് ഇത്രയും രൂക്ഷമായ വിമർശനം ഒരു കാരണവശാലും ഞങ്ങൾ അടുപ്പിക്കില്ല എന്ന സമീപനം സ്വീകരിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞോട്ടെ അഭിജോദെ, നിങ്ങൾക്കൊക്കെ പ്രയാസമുണ്ട്. അഭിജോദെ, എനിക്കൊരു പ്രയാസമില്ല. ഞാൻ രണ്ടു കൂട്ടരോടും ചോദിക്കുന്നേ ഉള്ളൂ. എനിക്ക് പ്രയാസമില്ല. അഭിജോദ്, അതെ, ആയിക്കോട്ടെ, ഞാൻ പറയാം. അപ്പോ ഒരു BJP നേതാവ് ബ്രിട്ടാസിനെതിരെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അല്പം വകതിരിവ് ഉണ്ടാവണ്ടേ? അത് ബോധപൂർവമാണ് ഈ പറയുന്നത് എന്ന്, ബോധപൂർവം ഇദ്ദേഹത്തെ എറിഞ്ഞു കൊടുക്കുകയാണ് എന്ന് അല്പം വകതിരിവുള്ളവൻ അറിയില്ലേ? ബ്രിട്ടാസിന്റെ പ്രസംഗങ്ങൾ, പാർലമെന്റിലെ പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിക്കുക, എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കുക. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എഴുതി കൊടുക്കുന്നത് അതുപോലെ വന്ന് ഈ ചാനൽ ചർച്ചകളിൽ പറയുന്നവരായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് മാറാൻ സാധിക്കുന്നത് എങ്ങനെയാ? നിങ്ങളുടെ നേതാവിന്, നിങ്ങളുടെ VD സതീശന് അവർക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അതങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ യൂത്ത് കോൺഗ്രസിന് ഒരു അഭിപ്രായം വേണ്ടേ? ഈ മതരാഷ്ട്രവാദികൾ എഴുതി തരുന്നത് അല്ലെങ്കിൽ അവരുടെ നരേഷനിൽ, അവരുടെ അജണ്ടയിൽ ഞങ്ങൾ വീഴില്ല എന്ന് നിങ്ങൾ പറയണ്ടേ? എങ്ങനെയാ നിങ്ങൾ ഒരു യൂത്ത് കോൺഗ്രസ് ഭാരവാഹി ആയിരിക്കുന്നത്? എന്നിട്ട് അതിവിടെ വന്ന് ന്യായീകരണത്തിൽ അങ്ങ് നിരത്തുക. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടില്ല എന്നാണോ? അവരുടെ കണ്ണിലെ കരടായതുകൊണ്ടല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ വന്ന ഒരു പ്രധാനമന്ത്രിക്ക്, ഒരു മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ആക്ഷേപകരമായി സംസാരിക്കേണ്ടി വരുന്നത്? അത്രയും അവർക്ക് തലവേദന ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. കാരണം എന്താ? മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അചഞ്ചലമായി നിലകൊള്ളുന്നു എന്നുള്ളതാ. നിങ്ങളുടെ നേതാവിനെ പോലെ പ്രധാനപ്പെട്ട ബില്ലുകളും പ്രധാനപ്പെട്ട നിയമങ്ങളും അവിടെ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കുന്ന സമയത്ത് RSSനെതിരെ മിണ്ടാനോ RSSനെതിരെ എണീറ്റ് നിന്ന് സംസാരിക്കാനോ പറ്റാതെ വിദേശ രാജ്യങ്ങളിൽ പോയി ബുള്ളറ്റിൽ കയറിയിരുന്ന് ഫോട്ടോഷൂട്ട് നടത്തി അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയല്ല പിണറായി വിജയൻ ചെയ്യുന്നത്. ഒരു ടെമ്പററി അല്ലെങ്കിൽ ഒരു താൽക്കാലിക പ്രതിപക്ഷ നേതാവ് പോലെയാണോ ഇദ്ദേഹം പെരുമാറുന്നത് എന്ന് ഞങ്ങൾ മാത്രമാണോ പറയുന്നത്? നേരത്തെ ഇവിടെ രണ്ടാം തവണയും BJP അധികാരത്തിൽ വരുന്ന സമയത്ത് വയനാട്ടിൽ നിന്ന് MP ആയി ജയിച്ച് ഇദ്ദേഹം എവിടെയൊക്കെ പോയത് നമ്മൾ കണ്ടിരുന്നോ? ഇദ്ദേഹത്തെ കാണാറില്ല. നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകളെ കുറിച്ച് പറയും, അദ്ദേഹം ടൂർ അടിക്കുന്നതിനെ കുറിച്ച് പറയും. നിങ്ങൾ എന്തൊക്കെ ആക്ഷേപങ്ങൾ മറ്റു പലരെയും ഭരണാധികാരികളെ കുറിച്ച് പറയും. ഈ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഇത്രയും ദിവസങ്ങൾ ആരും അറിയാത്ത ദുരൂഹ യാത്രകൾ നടത്തുന്നത്?